ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാവി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഒരു നല്ല നാളേക്കുള്ള ബഹുമുഖ പരിഹാരങ്ങൾ എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. നിരവധി ആഗോള നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഇന്നലെ മോദി അമേരിക്കയിൽ ഇന്ത്യൻ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു. ഇപ്പോൾ സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് അമേരിക്കയിൽ നിന്ന്. വെരി ഗുഡ് മോർണിംഗ് സജിമോൻ ആന്റണി. നമ്മൾ ഇന്നലത്തെ മോദിയുടെ അഭിസംബോധന, ന്യൂയോർക്കിൽ അദ്ദേഹം 10 വർഷത്തിന് ശേഷം ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് ചുറ്റുമുണ്ട്. അദ്ദേഹം ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അംബാസിഡേഴ്സ് എന്നുള്ളതാണ്. തനിക്ക് AI എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇന്ത്യൻസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വാക്കുകൾ വേണ്ടല്ലോ. ഏറ്റവും പുതിയ AI എന്നുള്ളത് അദ്ദേഹം അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് ഇന്നലെ ന്യൂയോർക്കിൽ ലഭിച്ചു. ഇന്ന് UN-നെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ആദ്യം തന്നെ ന്യൂസ് 8 എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കയിൽ നിന്നും ഒരു വാം ഗുഡ് മോർണിംഗ്. മോദിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് എങ്കിൽ നമസ്തേ അഭി മൾട്ടിനാഷണൽ ഹോഗയായി, നമസ്തേ അഭി മൾട്ടിനാഷണൽ ഹോഗയായി, നമസ്തേ എന്ന് പറയുന്ന വേർഡ് ഇപ്പൊ ഒരു ഗ്ലോബൽ ഗ്രീറ്റിംഗ്സ് ആയി എന്നാണ് മോദി ആദ്യം തന്നെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ AI-ക്ക് ഒരു പുതിയൊരു നിർവചനം അദ്ദേഹം കൊടുത്തു. AI മീൻസ് അമേരിക്കൻ ഇന്ത്യൻ സ്പിരിറ്റ്. ആ അമേരിക്കൻ ഇന്ത്യൻ ബന്ധത്തിന്റെ ബയലാറ്ററൽ ബന്ധത്തിന്റെ ഒരു ഊഷ്മളത ഇതിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു വേർഡ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇവിടെ. നിങ്ങൾക്കറിയാം, ഇന്നലെ അദ്ദേഹത്തിന് വളരെ സുപ്രധാനമായ ഒരു ക്വാഡ് ഉച്ചകോടി ഇവിടെ നടത്തിയിരുന്നു. ക്വാഡ് എന്ന് പറയുമ്പം ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ ഇങ്ങനെ 4 സുപ്രധാന രാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ ഒരു ഉച്ചകോടി മീറ്റിംഗ് ആയിരുന്നു. ഏകദേശം ആഗോള തലത്തിൽ വേൾഡിന്റെ തന്നെ 1/3 ഇക്കണോമി ഹാൻഡിൽ ചെയ്യുന്ന 4 രാഷ്ട്രങ്ങളാണ് ഈ ഇന്ത്യയും, USA, ജപ്പാനും, ഓസ്ട്രേലിയയും. അതുകൊണ്ട് തന്നെ ആ ഒരു ഉച്ചകോടിക്ക് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടായിരുന്നു. അത് നടന്നത് ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജന്മനാടായ ഡെലവേറിലായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. ആ ഒരു ഉച്ചകോടിയിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇവിടുത്തെ മീഡിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് 31 MQ-9B ഹണ്ടർ കില്ലർ ഡ്രോൺസിന്റെ അതിന്റെ ഒരു കരാറാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് 16 സ്കൈ ഗാർഡിയനും 15 സീ ഗാർഡിയനും എന്നുള്ള ഒരു ഡേറ്റ ആണ് ഉള്ളത്. അതിൽ ഏകദേശം $3 ബില്യൺ ഒരു ഡീലിംഗ് ആണ് അത്. രണ്ടാമത്തേത് ഒരു റോഡ് മാപ്പ്, ഒരു സേഫ് ആൻഡ് സെക്യൂർ ക്ലീൻ എനർജി ഡെവലപ്മെന്റിലേക്ക് ഇൻഡോ അമേരിക്കൻ പദ്ധതികൾ ലക്ഷ്യമിടുന്നു. അതോടൊപ്പം കഴിഞ്ഞ തവണ ജൂണിൽ മോദി ഇവിടെ വന്നപ്പം സെമി കണ്ടക്ടർ പ്ലാന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഒരു പുതിയ സെമി കണ്ടക്ടർ പ്ലാന്റ്, അത് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം കോവിഡ് സമയത്ത് അമേരിക്കയുടെ അല്ലെ ലോകത്തിലുള്ള മിക്കവാറും രാഷ്ട്രങ്ങളുടെ സെമി കണ്ടക്ടറിന്റെ ഡിപ്പെൻഡബിലിറ്റി തൈവാനെ ആയിരുന്നു. അപ്പൊ അത് ഒരു പരിധി വരെ എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിച്ചു, പ്രത്യേകിച്ച് അമേരിക്കയെ ബാധിച്ചു. അതിനുശേഷം ബൈഡൻ ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടാക്കിയിരുന്നു. അതിനെ ഒന്ന് ഡൈവേഴ്സ് ചെയ്തിട്ട് കുറെ ഇന്ത്യയിലേക്കും അല്ല ബ്രസീലിലേക്കും അങ്ങനെ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് വിടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടക്കം കഴിഞ്ഞ വിസിറ്റിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫോളോ അപ്പ് ഈ വിസിറ്റിൽ നടന്നു. ഒരു ഫാക്ടറിയും കൂടെ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അടുത്തത്. അതോടൊപ്പം പ്രൈം മിനിസ്റ്റർ മോദി 2025 ക്വാഡിന്റെ സമ്മിറ്റ് ഇന്ത്യയിലേക്ക് ആണ് വെൽക്കം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകളായിരുന്നു ക്വാഡ് മീറ്റിംഗിനകത്ത് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ മീൻസ് സാറ്റർഡേ, ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും സൺഡേ ആണ്. സൺഡേ ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ വലിയൊരു മീറ്റിംഗ്, ഗ്രീറ്റിംഗ് ഇന്ത്യൻ അമേരിക്കൻസിന് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ നാസോ കൊളോസിയത്തിൽ ചെയ്തത്. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 15,000 അല്ലെങ്കിൽ 16,000 സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 24,000 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 15,000 പേരുടെ മുന്നിൽ അതാണ് ആ പ്രോഗ്രാം നടന്നത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ടൈം സ്ക്വയറിലും ഇവിടെ ന്യൂജേഴ്സിയിലെ എഡിസണിലും 2 ബിഗ് സ്ക്രീനിൽ അത് ലൈവ് ടെലികാസ്റ്റുകളും നടന്നിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഉണ്ടായത്. ആ പ്രോഗ്രാമിൽ തന്നെ ഏകദേശം 400-ലധികം ഇന്ത്യൻ ഒറിജിൻ കലാകാരന്മാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നും അറിയാൻ കഴിയുന്നു. മലയാളികൾക്ക് അഭിമാനം വേറെ ഒരു നിമിഷം കൂടിയാണ്. കാരണം മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയൊരു റാപ്പർ, അമേരിക്കൻ ഇന്ത്യൻ റാപ്പർ, അദ്ദേഹത്തിന്റെ പേര് ഹനുമാൻ കൈൻഡ്. ഒറിജിനൽ പേര്
ചെറുകാട്ട് സൂരജ് ചെറുകാട്ട് എന്ന് പറയുന്ന അദ്ദേഹം മലപ്പുറംകാരനാണ്. അദ്ദേഹത്തിന്റെ ഷോ കഴിഞ്ഞതിന് ശേഷമായിരുന്നു പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഊഷ്മളമായ ഒരു സ്വീകരണമായിരുന്നു പ്രൈം മിനിസ്റ്റർ മോദിക്ക് ഇന്ത്യയിൽ ഇന്ന് ഇവിടെ ന്യൂയോർക്കിൽ കിട്ടിയത് അതാണ് ശ്രീ സജിമോൻ ആന്റണി. ആ ആവേശം അത് ഇന്ത്യക്കാർക്ക് അദ്ദേഹം അവിടെ എത്തുമ്പോൾ നൽകുന്ന ഒരു പ്രസരിപ്പ് അതൊക്കെ നമുക്ക് കാണാമായിരുന്നു. അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. 3 ദിവസത്തെ സന്ദർശനമാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. എപ്പോഴായിരിക്കും മടക്കം? അതിന്റെ ഏത് രീതിയിലാണ് സമയക്രമമൊക്കെ? നാളെ ഇനി ഒരു പ്രോഗ്രാമും കൂടി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ലിസ്റ്റിലുണ്ട്. അത് UN അസംബ്ലിയെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. തുടക്കം ക്വാഡ് സമ്മിറ്റ്, അവിടെ ബൈഡനും ഓസ്ട്രേലിയയും ജപ്പാനും അവരുടെ പ്രൈം മിനിസ്റ്റേഴ്സുമായിട്ടുള്ള സംസാരവും മീറ്റിങ്ങുകളുമായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ അമേരിക്കൻ പ്രതിനിധികളെ കണ്ടു, ബിസിനസ് ലീഡേഴ്സിനെ അദ്ദേഹം സംസാരിച്ചു. ആ സമ്മിറ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് അത്. അതോടൊപ്പം തന്നെ ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഈ ന്യൂയോർക്കിന്റെ പരിപാടി. അവസാനമായിട്ട് നാളെയുള്ള ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു പ്രോഗ്രാം അതോടുകൂടി വൈൻഡപ്പ് ചെയ്ത് അദ്ദേഹം പിന്നെ തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സജിമോൻ ആന്റണി. അതോടൊപ്പം ഇതും കൂടെ എനിക്ക് പറയേണ്ടത്, ചെറിയൊരു കോൺട്രവേഴ്സിയും ഇവിടെ നടന്നിരുന്നു. ഒരു ബിൽബോർഡിനെ സംബന്ധിച്ചാണ്. വലിയൊരു ബിൽബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രയിലേക്കുള്ള ആ ഏരിയയിൽ നാസ കൊളോസിയത്തിന്റെ അടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു വാചകം എഴുതിയിരുന്നത് മോദി ഈസ് എനിമി ഓഫ് അമേരിക്ക and then a face of Indian transactional Hindu terror എന്നുള്ള ഒരു വേർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ചൊല്ലി ചെറിയൊരു മീഡിയ അല്ലെങ്കിൽ ചെറിയൊരു തർക്കം ഇവിടെ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസവും ഇവിടെ നടന്നിരുന്നു എന്നുള്ളൂടെ റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വളരെ നന്ദി ശ്രീ സജിമോൻ. നല്ലൊരു ദിവസം താങ്കൾക്കും ആശംസിക്കുക. താങ്ക് യു.